أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وليستعفف الذين لا يجدون نكاحا حتى يغنيهم الله من فضله والذين يبتغون الكتاب مما ملكت أيمانكم فكاتبوهم إن علمتم فيهم خيرا وآتوهم مما لله الذي آتاكم ولا تكرهوا فتياتكم على البغاء إن أردنا تحصنا لتبتغوا عرض الحياة الدنيا ومن يكرههن فإن الله من بعد إكراههن غفور رحيم. الله العظيم. സൂറത്തു നൂർ 33. വൽയസ്തഅഫിഫ്, മാന്യത പുലർത്തട്ടെ. നമ്മൾ ഈ ഡീസൻസി കീപ്പ് ചെയ്യാന്നൊക്കെ പറയില്ല, അതിനാണ് ഇസ്തിഗ്ഫാഫ് എന്ന് പറയുക. അതല്ലെങ്കിൽ സദാചാര നിഷ്ഠ പുലർത്തട്ടെ. അല്ലദീന, ഒരു കൂട്ടർ, ലാ യജിദൂന, അവർ കാണുന്നില്ല, നിക്കാഹൻ, നിക്കാഹിനെ അഥവാ വിവാഹത്തിനെ, ഹത്താ യുഗ്നിയഹുമുല്ലാഹു, അള്ളാഹു അവരെ ഐശ്വര്യമാക്കുന്നത് വരെ, മിൻ ഫദ്ലിഹി, അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവന്റെ ഔദാര്യത്താൽ. വല്ലദീന യബ്തഗൂനൽ കിതാബ, വല്ലദീന യബ്തഗൂന, തേടുന്നവർ, അൽ കിതാബ, ഗ്രന്ഥം എന്നാണ് വാക്കിന്റെ അർത്ഥം. മോചനക്കരാർ എഴുത്ത് എന്നാണ് വാക്കിന്റെ ഉദ്ദേശ്യം. എഴുത്ത്, ഒരു എഴുത്ത് കിട്ടി, ഇന്നയാളുടെ എഴുത്ത് വാങ്ങണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അതാത് സംഗതിയുമായി ബന്ധപ്പെട്ട എഴുത്താണ് സൂചിപ്പിക്കുക. അതാണ് ഇവിടെ അൽ കിതാബ എന്ന് പറഞ്ഞാൽ പിന്നെ മോചനക്കരാർ എന്നാണ് പിന്നെ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. മിമ്മ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ അടിമകളിൽ നിന്ന്. ഫകാത്തിബൂഹും, അപ്പോൾ നിങ്ങൾ അവർക്ക് മോചന കരാർ എഴുതി കൊടുക്കുക. ഇൻ അലിംതും, നിങ്ങൾ അറിയുന്ന പക്ഷം, ഫീഹിം, അവരിൽ, ഖൈറാ, ഗുണം അല്ലെങ്കിൽ നന്മ. വാത്തൂഹും, നിങ്ങൾ അവർക്ക് നൽകുക, നീ മാലില്ല, അള്ളാഹുവിന്റെ ധനത്തിൽ നിന്ന്, അല്ലതീ ആത്താക്കും, അവൻ നിങ്ങൾക്ക് നൽകിയതായ. വലാ തുക്രിഹു, നിങ്ങൾ നിർബന്ധിക്കുകയും ചെയ്യരുത്, ഫതയാത്തിക്കും, നിങ്ങളുടെ അടിമ സ്ത്രീകളെ, യുവതികളെ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഉദ്ദേശ്യം അടിമ സ്ത്രീകളായ യുവതികളാണ്. അലൽ ബിഗാഇ, വ്യഭിചാരത്തിന് അല്ലെങ്കിൽ വേശ്യാവൃത്തിക്ക്. ഇൻ അറദിന, അവർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, തഹസ്സുന, ചാരിത്ര്യ സംരക്ഷണം. ലിതബ്തഗു, നിങ്ങൾ തേടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, അറളൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിന്റെ നേട്ടങ്ങൾ. വമൻ യുക്രിഹുന്ന, ആരെങ്കിലും അവരെ നിർബന്ധിക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, മിൻ ബഅദി ഇക്രാഹിഹിന്ന, അവരുടെ നിർബന്ധിക്കപ്പെടലിന് ശേഷം, ഗഫൂറുൻ റഹീമുൻ, പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. വ്യഭിചാരത്തിന്റെ ഗൗരവമൊക്കെ പറഞ്ഞതിന്റെ ശേഷം അത്തരം സംഗതികളിലേക്ക് നയിക്കപ്പെടുന്ന പിശാചിന്റെ കാൽപ്പാടുകളെ കുറിച്ച് ബോധവൽക്കരിക്കുകയാണല്ലോ അല്ലാഹു. അതിൽ മുകളിൽ പറഞ്ഞത് വിവാഹം പ്രോത്സാഹിപ്പിക്കണം എന്നാണ്. ഈ വിവാഹം എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങ് നടത്തുന്ന കാര്യമല്ലല്ലോ. പറ്റിയ ഇണയെ കണ്ടെത്തണം, അതുപോലെ വിവാഹം കഴിക്കാനുള്ള ശേഷി ഉണ്ടാക്കണം. വിവാഹം കഴിക്കാൻ സാമ്പത്തികമായി ഒക്കെ ശേഷി ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ ആളുകൾക്ക് ലൈംഗിക താല്പര്യത ഉണ്ടാക്കും. അങ്ങനെ വിവാഹം കഴിക്കാനാകണത് വരെ സാമ്പത്തികമായോ അല്ലെങ്കിൽ പറ്റിയ ഇണയെ കിട്ടുക, പലതും വിശദീകരിച്ചിട്ടുണ്ട് പോസ്റ്ററുകൾ. ചിലർ പറയല് സാമ്പത്തികമായിട്ട് ശേഷി എത്തുന്നത് വരെ എന്നാണ്, വേറെ ചിലർ പറ്റിയ ഇണകളെ കിട്ടുക. എന്തായാലും വിവാഹം നടക്കുന്നത് വരെ എന്നർത്ഥം. അവരെന്ത് ചെയ്യട്ടെ, ഡീസൻസി കീപ്പ് ചെയ്യട്ടെ.
അഥവാ മാന്യത പുലർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഹദീസ് ഇന്നലെ നമ്മൾ ഉദ്ധരിക്കുകയുണ്ടായി. യാ മാശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹാ അഗല്ലു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ് ഫഇൻ ലം യസ്തതി ഫഅലൈഹി الصوم ഫഇന്നഹു ലഹു വിജാഉ. അതാണ് ഹദീസിന്റെ ബാക്കി. അങ്ങനെ ശേഷി എത്തിയിട്ടും കല്യാണം കഴിക്കാൻ കഴിയാത്തവൻ അവൻ എന്ത് ചെയ്യട്ടെ? നോമ്പെടുക്കട്ടെ. അതവന് പരിചയാണ്. അഥവാ നോമ്പിലൂടെ നോമ്പെടുത്തുകൊണ്ട് ലൈംഗിക ദാഹം അത് ക്ഷമിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലൂടെ മുന്നോട്ട് പോകട്ടെ. അരുതാത്തത് ചെയ്യരുത് എന്നർത്ഥം. കാരണം ആളുകളെ വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു അത് പ്രത്യേകം എടുത്തു പറയാണ്. ആ വഴി വിവാഹം സാധ്യമാകുന്നത് വരെ ക്ഷമിച്ചു കഴിയട്ടെ എന്ന് സൂറത്തുൽ നിസായിലും അള്ളാഹു തആല ഇത് പറയുന്നുണ്ടല്ലോ. സ്വതന്ത്ര സ്ത്രീകളെ കല്യാണം കഴിക്കാൻ കഴിയാത്തവര് അടിമ സ്ത്രീകളെങ്കിലും കല്യാണം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു തആല പറയുന്നത് ആലിക ലിമൻ ഖശിയൽ അനത്ത മിൻകും, അത് നിങ്ങളിൽ നിന്ന് ക്ലേശം ഭയപ്പെട്ടവർക്കുള്ളതാണ്. വാൻ തസ്ബിറു ഖൈറുൽ ലക്കും, നിങ്ങൾ സബർ കൈക്കൊള്ളലാണ് നിങ്ങൾക്ക് നല്ലത്. അഥവാ വിവാഹമാകുന്നത് വരെ, യോജിച്ച ഇണയെ കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ വിവാഹത്തിന് സാധ്യമാകുന്നത് വരെ ക്ഷമിക്കലാണ് നല്ലത്. അത് തന്നെയാണ് ഇവിടെ വല്യസ്തഗ്ഫിഫ് എന്ന് മറ്റൊരു ഭാഷയിൽ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. വല്ലദീന യബ്തഗൂനൽ കിതാബ മിമ്മാ മലക്കത്ത് അയ്മാനുക്കും ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറ. ഇനി മറ്റൊരു വിഷയമാണ്. വല്ലദീന യബ്തഗൂനൽ കിതാബ മിമ്മാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ അടിമകളിൽ നിന്ന് മോചനക്കരാർ തേടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മോചനക്കരാർ യജമാനന് പണം കൊടുത്തുകൊണ്ട് അടിമത്വത്തിൽ നിന്ന് മോചിതനാകാൻ ആഗ്രഹിക്കുന്നവരായി ആരെങ്കിലും വന്നാൽ ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറ, നിങ്ങൾ അവരിൽ ഖൈർ കണ്ടാൽ അവർക്ക് മോചനക്കരാർ എഴുതി കൊടുക്കുക. അത് വിവാഹവും വ്യഭിചാരവും പോലെയുള്ള കാര്യങ്ങളുമായിട്ട് എന്താണ് അതിന് ബന്ധം? സ്വതന്ത്രരായി കല്യാണം കഴിച്ച് ദാമ്പത്യ ജീവിതം നയിച്ച് കുടുംബജീവിതം നയിച്ച് സ്വതന്ത്രരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവര് യജമാനന്റെ സമ്പത്താണല്ലോ ഈ അടിമ എന്ന് പറയുന്നത്. പരമ്പരാഗതമായി അടിമകളാക്കപ്പെട്ടവർ, അതുപോലെ ആരോ പിടിച്ചുകെട്ടി അടിമകളാക്കി ചന്തയിൽ വിറ്റ് ആരോ വാങ്ങിക്കൊണ്ടുവന്നവർ, യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവർ, ഇവരൊക്കെ അടിമത്വത്തിൽ തന്നെ കഴിയണമെന്ന് ഇസ്ലാമിനൊരു നിർബന്ധവുമില്ല. പരമ്പരാഗതമായി അടിമകളായ ആളുകൾ, അവർക്ക് സ്വതന്ത്രരാകണം എന്നുള്ള മോഹം തന്നെ ഉണ്ടാകില്ല. അങ്ങനത്തെ ആളുകളെ സ്വതന്ത്രരാക്കിയാൽ അവർ സമൂഹത്തിന് വലിയ ബാധ്യതയായിട്ട് തീരുകയാണ് ചെയ്യുക. അമേരിക്കയിലൊക്കെ സംഭവിച്ചത് അതാണല്ലോ. പെട്ടെന്ന് അടിമത്ത സമ്പ്രദായം അവസാനിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു വിഭാഗം ആളുകൾ അവര് ഒരുങ്ങിയവരായിരുന്നു, അതുകൊണ്ട് അവർ അവരുടെ സ്വാതന്ത്ര്യം ആസ്വദിച്ചു. വേറൊരു വിഭാഗം ആളുകൾ യജമാനന്മാരോട് പോയിട്ട് തന്നെ പറഞ്ഞു, ഞങ്ങൾ എവിടെയും പോകുന്നില്ല, ഇവിടുത്തെ കഞ്ഞിയും കുടിച്ച് ഇവിടെ കഴിഞ്ഞോളാം എന്നുള്ള തരത്തിൽ പറഞ്ഞു തിരിച്ച് അടിമത്തത്തെ ഭരിച്ചു. വേറൊരു വിഭാഗം ആളുകൾ കൊടും കുറ്റവാളികളും പിടിച്ചുപറിക്കാരുമായി മാറി. കാരണം അവർക്ക് ജീവിക്കാനൊന്നും വഴിയില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ പ്രഖ്യാപനത്തിൽ അടിമകളെ മോചിപ്പിക്കുകയല്ല ദീനുൽ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. പലവിധ രീതികളിലൂടെ അടിമകളെ പുറത്തെത്തിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ്, അവർക്ക് സ്വാതന്ത്ര്യം താല്പര്യം ഉണ്ടാകുമ്പോൾ അവരാവശ്യപ്പെടും, യജമാനന്റെ ഞാനാകുന്ന ഈ സമ്പത്തൊന്ന് കൈയൊഴിക്കണതിന് പകരമായി ഞാൻ ഇത്ര തന്നോളാം. അങ്ങനെ എഴുതാൻ വന്നാൽ അവർക്ക് എഴുതി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇൻ അലിംതും ഫീഹിം ഖൈറ എന്ന് പറഞ്ഞാൽ അവരാ വാക്ക് പാലിക്കുമെന്നും അവർക്ക് ഈ സമ്പത്ത് തിരിച്ചടക്കാൻ കഴിയുമെന്നും ഒക്കെ ഉള്ളത് തന്നെയാണ് ഖൈറന്റെ വിശദീകരണമായി പറഞ്ഞിട്ടുള്ളത്. അത് നിർബന്ധമാണ് എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറയുന്നത്. അഥവാ അങ്ങനെ ഒരാൾ ചോദിച്ചാൽ, അങ്ങനെ ഒരാൾ സ്വാതന്ത്ര്യം കൊതിക്കുകയും പണം തരാമെന്ന് പറയുകയും ചെയ്താൽ യജമാനൻ അത് കൊടുക്കണം. അങ്ങനെ കൊടുക്കാത്ത ആളെ ചെമ്മട്ടി കൊണ്ട് ചാട്ടവാറ് കൊണ്ട് അടിച്ച സംഭവം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നവൻ പണം തരാമെന്ന് പറഞ്ഞു വന്നാൽ അത് സ്വീകരിക്കണം എന്നർത്ഥം. അത് സ്വീകരിക്കണം എന്ന് മാത്രമല്ല, സക്കാത്തിൽ വരെ ഈ സൂറത്തിന് ശേഷം വന്നതാണ്. സൂറത്ത് തൗബയിൽ സക്കാത്തിന്റെ അവകാശികളെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ വഫിർ റിഖാബ്, അടിമത്ത മോചനമുണ്ട്. അതൊരു വലിയ പുണ്യകർമ്മമായി
കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ധാരാളം അടിമകളെ വാങ്ങി മോചിപ്പിക്കുക എന്നത് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം വെച്ചാൽ ചില സഹാബിമാര് 30,000 അടിമകളെ വരെ വാങ്ങി വിലക്ക് വാങ്ങി മോചിപ്പിച്ച ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 63 അടിമകൾ, അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ 67 അടിമകൾ, പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു 70 അടിമകൾ, പിന്നെ ഹക്കീം ബിൻ ഹിസാം 100 അടിമകൾ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു 1000 അടിമകൾ, ദുൽകലാഉൽ അഹ്മിയരി 8000 അടിമകൾ, ഇങ്ങനെയൊക്കെ മോചിപ്പിച്ചത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ് 30,000 അടിമകളെ മോചിപ്പിച്ചത്. അപ്പൊ ഇത് ഏതാനും പേരുടെ കണക്കാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി സഹാബിമാര് സമ്പന്നരായ എല്ലാവരും ധാരാളം അടിമകളെ ലക്ഷങ്ങൾ വരും. അപ്പൊ മൊത്തം കണക്കൂട്ടി നോക്കിയാൽ അങ്ങനെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർക്കൊക്കെ സ്വാതന്ത്ര്യം വാങ്ങി കൊടുക്കലായിരുന്നു അടിമത്ത മോചനത്തിൽ ഇസ്ലാം ചെയ്ത ഒരു പരിഹാരം. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് ഇവിടെ അത് പറയാൻ കാരണം. അത് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രരായി അടിമത്തം അവസാനിപ്പിച്ച് കാരണം അടിമക്ക് ആരും പെണ്ണ് കെട്ടിച്ചു കൊടുക്കൂല. ഒരുത്തന്റെ അടിമയായ പുരുഷന് ആരും സ്വതന്ത്ര സ്ത്രീകളെ അല്ല, അടിമ സ്ത്രീകളെ തന്നെ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വതന്ത്രരായി കുടുംബജീവിതം നയിക്കാൻ അവർ തയ്യാറാണ് എന്ന് നിങ്ങൾ കണ്ടാൽ അവർക്ക് പിന്നെ മോചനക്കര എഴുതി കൊടുക്കുക. എന്നിട്ട് അതിന് അങ്ങനത്തെ അടിമകളെ വാങ്ങി അവർക്ക് ആ പണം അടക്കാൻ വേണ്ടി സക്കാത്തിൽ നിന്നും മറ്റുമൊക്കെ ഇസ്ലാമിക ഭരണകൂടം തന്നെ അവരെ സഹായിക്കുക. ഇതൊക്കെയാണ് കൂട്ടത്തിൽ ഇത് പറയാൻ കാരണം. ഫകാത്തിബൂഹും ഇന്ന അലിംതും ഫീഹിം ഖൈറ, അവരെ പറഞ്ഞ പോലെ ചെയ്യും, അവര് മാന്യമായിട്ട് ജീവിക്കും, തൊഴിലെടുത്ത് കഴിഞ്ഞോളും, കുടുംബം പോറ്റും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കണം എന്നർത്ഥം. ആത്തൂഹും മിൻ മാലില്ലാഹില്ലദി ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് അവർക്ക് കൊടുക്കുക. ആർക്ക് കൊടുക്കുക? സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്ന അടിമകൾക്ക് കൊടുക്കുക. അതാണ് പിന്നീട് സക്കാത്തിന്റെ ഇനത്തിൽ അവരെ ഉൾപ്പെടുത്തിയത്. ജാഹിലിയക്കാലത്ത് തന്നെ പിന്നെ ആളുകൾ ചെയ്തിരുന്ന ഒരു പണിയാണ് അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിക്കുക എന്നത്. അതിനെ ഇസ്ലാം അംഗീകരിക്കുകയും വളർത്തുകയുമാണ് ചെയ്തത്. എന്നിട്ട് സക്കാത്തിന്റെ അവകാശികളിൽ സക്കാത്ത് വിനിയോഗിക്കേണ്ട ഇനങ്ങളിൽ ഒന്നായിട്ട് അടിമത്ത മോചനം ചേർത്തു. അതിന്റെ മുമ്പ് പറഞ്ഞ വർത്തമാനമാണ് ആത്തൂഹും മിൻ മാലില്ലാഹില്ലദി ആതാക്കും. അവിടെ ശരിക്കും ആത്തൂഹും മിൻ മാലിക്കും എന്ന് പറഞ്ഞാൽ മതി. പകരം ഒരു ന്യായം കൂടി ചേർത്ത് പറയാണ്, നിങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിന്റെ സമ്പത്താണ്, അവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന്. അത് ഇസ്ലാമിലെ സാമ്പത്തിക കാര്യത്തിന്റെ വലിയൊരു തത്വം കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മളും നമ്മുടെ സമ്പത്തും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെതാണ്. പിന്നെ നമ്മുടേത് എന്ന് പറയുന്നത് നമ്മൾ മക്കൾക്ക് പിന്നെ കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു, പിന്നെ മോന്റെ കാറ് മോന്റെ സൈക്കിള് എന്നാണ് പറയുക. അതുപോലെ പെൺമക്കൾക്ക് ആഭരണങ്ങൾ വാങ്ങിക്കൊടുത്തു, വലിയ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട്. ഇപ്പൊ ഒരു പവന് തന്നെ എത്രയാണ് വില. അങ്ങനെ മോൾക്കൊരു മാല വാങ്ങിക്കൊടുത്തു, കമ്മല് വാങ്ങിക്കൊടുത്തു, വള വാങ്ങിക്കൊടുത്തു, പിന്നെ അത് മോളെ കമ്മല് മോളെ മാല എന്നൊക്കെയാണ് പറയുക. യഥാർത്ഥത്തിൽ അതിന്റെ ഉടമ ഈ വാങ്ങിക്കൊടുത്ത മാതാപിതാക്കളാണല്ലോ. അവർക്ക് കാശിന് ടൈറ്റ് വന്നാൽ ആ മോളുടെ മാല എന്ന് പറയുന്ന സാധനം തന്നെ എടുത്തു വിൽക്കുകയും ചെയ്യും. എന്നതുപോലെ ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ നമ്മളും നമ്മുടെ സമ്പത്തിലും ഉള്ളത് എന്നത് ഒരു ന്യായമായിട്ട് അള്ളാഹു താല പറയണം. അള്ളാഹ് നിങ്ങളെടുത്ത് തന്നേൽപ്പിച്ചുള്ള സമ്പത്ത് ഈ പാവപ്പെട്ട മോചനക്കരാർ എഴുതി സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്ന അടിമകൾക്ക് കൊടുക്കണം നിങ്ങൾ. അല്ലെങ്കിൽ പിന്നെ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കണം. ഇതൊക്കെ ബാധകമായൊരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യമാണ്, വലാ തുക്രിഹു ഫതയാത്തിക്കും അലൽ ബിഗായിൻ അറദുന തഹസ്സുന ഈ തബ്തഹു അർളൽ ഹയാത്തി ദുനിയ, ദുനിയാവിന് വേണ്ടി നിങ്ങൾ ഈ ചാരിത്ര ആഗ്രഹിക്കുന്ന അടിമകളെ, അടിമ സ്ത്രീകളെ വ്യഭിചാരത്തിന്, വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത്. അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂലിന്റെ അടിമ സ്ത്രീകളായ മോമിനത്തുകളെ അയാൾ പിന്നെ നിർബന്ധിച്ചതിന്റെ പേരിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് അവതരണ പശ്ചാത്തലമായിട്ട് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് അറേബ്യയിൽ ജാഹിലിയ കാലത്ത് ധാരാളമായി നിലനിന്നിരുന്നൊരു കാര്യമാണ്. വേശ്യകളെ കൊണ്ടുവന്ന് എന്നിട്ട് പിന്നെ വ്യഭിചരിക്കാൻ വേണ്ടി തമ്പുകൾ കെട്ടി അതിന്റെ മുന്നിൽ അടയാളത്തിന് ഒരു കൊടി കുത്തി അങ്ങനെ പിന്നെ ഇത്തരം വ്യഭിചാരം ആഗ്രഹിക്കുന്ന, നമ്മുടെ ഇവിടുത്തെ റെഡ് സ്ട്രീറ്റിന്റെ അതേ സിസ്റ്റം തന്നെ, അവിടെ പോയി വ്യഭിചരിക്കുക, അതിൽ കിട്ടുന്ന കാശ് യജമാനന് കൊടുക്കുക. അതുപോലെ തന്നെ യജമാനന് ഇത്ര പൈസ തരണം
എനിക്ക് എന്ന് പറഞ്ഞ് പണിയെടുപ്പിക്കുക. അപ്പൊ പൈസ ഉണ്ടാക്കുന്നത് അവർ ശരീരം കൊണ്ട് അധ്വാനിച്ചാൽ കിട്ടുന്ന കാശൊന്നും ആയിരിക്കില്ല. അപ്പൊ പിന്നെ അവർക്കിങ്ങനെ ചാരിത്രം വിറ്റ് കാശുണ്ടാക്കൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള നിർബന്ധിക്കലുകൾക്കെതിരെയാണ് ഈ ആയത്ത്. അവിടെ ഈ അർദിന തഹസ്സുനൻ, അവര് ചാരിത്രത്തോടു കൂടി സദാചാര ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ അവരെ വ്യഭിചാരത്തിന് നിർബന്ധിക്കരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിർബന്ധിച്ചാൽ യജമാനൻ കുറ്റക്കാരനായിരിക്കും. അപ്പോ അവര് വ്യഭിചാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധിക്കാമെന്നാണോ? അല്ല. അവര് സ്വയം തീരുമാനിച്ച് വ്യഭിചരിക്കുകയാണെങ്കിൽ അവരുടെ മേൽ വ്യഭിചാരത്തിനുള്ള ശിക്ഷാ നടപടി ഇസ്ലാമിക ഭരണകൂടം എടുക്കും. അപ്പൊ അവരെന്നെ ആയിരിക്കും ഉത്തരവാദി. അതേ സമയത്ത് അവരതിന് താല്പര്യമില്ലാതിരിക്കുമ്പോൾ യജമാനൻ അവരെ നിർബന്ധിച്ചാൽ യജമാനന്റെ പേരിലാണ് കുറ്റം ചാർത്തുക. അത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഇവിടെ പറഞ്ഞത്. മൊത്തത്തിൽ തന്നെ ആളുകളെ വ്യഭിചരിക്കാൻ നിർബന്ധിതരാക്കരുത് എന്ന ഒരു സന്ദേശം ഇതിലുണ്ട്. അത് മുകളിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ടതാണ്. വങ്കിഹുൽ അയാമാമിൻകും. കാരണം ഈ വേശ്യകൾ എന്ന് ഇക്കാലത്തും പറയപ്പെടുന്ന ആളുകളൊക്കെ വേശ്യാവൃത്തിയിലേക്ക് എത്തിപ്പെടുന്നത് പലപ്പോഴും തകർന്ന കുടുംബജീവിതങ്ങളുടെ പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ ജീവിക്കാൻ വേറെ വഴിയില്ലാത്തപ്പോഴോ ഒക്കെ വളരെ ദരിദ്രരായ ആളുകൾ ജീവിക്കാനോ യാതൊരു വകയും ഇല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരം രംഗങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുക. പിന്നെ ആ കുളത്തിൽ ഇറങ്ങിയ ശേഷം അതിൽ നിന്ന് കയറാൻ അവർക്ക് വഴിയുണ്ടാവാറില്ല. സമൂഹം അവരെ അങ്ങനെ തന്നെ കാണുകയുള്ളൂ എന്നതൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് വേശ്യാവൃത്തി നടത്തിയിരുന്ന ആളുകൾ അതിൽ നിന്ന് പരിശുദ്ധരായി മാറിയാൽ പിന്നെയും അവരെ ആ നില തുടരാൻ നിർബന്ധിക്കരുത്. പകരം അവരെ മര്യാദക്ക് ജീവിക്കാനുള്ള പ്രേരണയാണ് അവർക്ക് നൽകേണ്ടത് എന്നാണ് പറഞ്ഞത്. യുക്രിഹുന്ന ഫഇന്നല്ലാഹ മിൻ ബഅദി ഇക്റാഹിഹിന്ന ഗഫൂറുർ റഹീം. ഇനി നിഷേധികളൊക്കെ ആയ യജമാനന്മാരുടെ കീഴിൽ കഴിയുന്ന വിശ്വാസികളായ അടിമകൾ അവരാരെങ്കിലും വ്യഭിചരിക്കാൻ നിർബന്ധിതരായിട്ട് വ്യഭിചരിച്ചാൽ അവര് അത് ആഗ്രഹിക്കുന്നവരല്ലെങ്കിൽ അല്ലാഹു തആല അവരോട് പൊറുക്കുന്നവരാണ്. അല്ലാഹു തആല പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്നാണ് പറഞ്ഞത്. മൊത്തത്തിൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം വ്യഭിചാരത്തിലേക്ക് പോകുന്നത് തടയണമെന്നാണ് ആയത്തിന്റെ മൊത്തം സന്ദേശം. അഥവാ വിവാഹം കഴിക്കാത്ത ആളുകൾ, വിവാഹം കഴിക്കാൻ വഴി കാണാത്ത ആളുകൾ തൽക്കാലം ക്ഷമിക്കണം. എന്നിട്ട് എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ച് ജീവിക്കാൻ സമൂഹം അവരെ സഹായിക്കണം. അതിന് അവർക്ക് പണം കൊടുക്കണം. അടിമകളായിട്ടുള്ള ആളുകൾ സ്വാതന്ത്ര്യം നേടി കുടുംബജീവിതം നയിക്കാൻ ശ്രമിക്കണം. അതിന് സമൂഹം അവരെ സഹായിക്കണം. അതുപോലെ വ്യഭിചരിച്ച് ജീവിച്ചിരുന്ന ആളുകൾ സ്വതന്ത്രരായി സദാചാരം പുലർത്തി ജീവിക്കാൻ ശ്രമിക്കണം. അതിന് അവരെ നിർബന്ധിക്കണം. അതിന് അല്ലാതെ അവര് നിർബന്ധിതമാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇനി ആരെങ്കിലും നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിർബന്ധിതമായിട്ട് വ്യഭിചരിക്കേണ്ടി വന്നതാണെങ്കിൽ അത് അല്ലാഹു തആല പൊറുക്കുന്നതാണ്. പകരം നിർബന്ധിച്ചവരെയാണ് ശിക്ഷിക്കുക. അപ്പോൾ ഇത് സമൂഹത്തിന് ബാധ്യതയുണ്ട്. ആ സമൂഹത്തിലെ വ്യഭിചരിച്ച് ജീവിക്കേണ്ടി വരുന്ന പെണ്ണുങ്ങളെ തിരിച്ച് സദാചാര ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ, അവരെ സംരക്ഷിക്കാൻ, അവരെ നല്ല ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കാൻ ഒക്കെ ബാധ്യതയുണ്ട്. ഇതെല്ലാം ഒറ്റ ആംഗിളിലാണ് പറയുന്നത്. സാമ്പത്തിക പരാധീനത മൂലം മനുഷ്യർ വ്യഭിചാരത്തിലേക്ക് പോകുന്ന സകല വഴികളും ഇസ്ലാമിക സമൂഹം അടക്കണം. അതിൽ വിവാഹം പ്രോത്സാഹിപ്പിക്കണം. വ്യഭിചരിക്കാൻ നിർബന്ധിതരാകുന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഫഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.